അതേപോലെ തന്നെയാണ് ഈ മോണോഗമി പോളിഗമി നമ്മളെപ്പോഴും ആവർത്തിച്ച് ചർച്ച ചെയ്തിട്ടും തീരാത്തൊരു വിഷയമാണ് ഈ പോളിഗമിക്കാണോ. അത് എനിക്ക് തോന്നുന്നു മതങ്ങളുടെ സ്വാധീനവും ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത് ആവർത്തിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. ശരിക്കും ഈ മോണോഗമി യിലേക്ക് വരുന്നത് പോളിഗമി ഇതിലേത് ആണ് നമ്മൾ പ്രശ്നമായി കാണേണ്ടത്? ഇത് അവരവരുടെ ചോയ്സിൻ്റെയും പിന്നെ ശാസ്ത്രീയമായിട്ടും ഇതിനെ വിശകലനം ചെയ്യണമല്ലോ. സാപ്പിയൻസ് എന്താണ് ശരിക്കും? സത്യം പറഞ്ഞാൽ ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവ് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇതിൽ സോ കോൾഡ് എക്സ്പേർട്സ് പോലും രണ്ട് തരത്തിൽ അഭിപ്രായം പറയുന്നത് കണ്ടിട്ടുണ്ട്. മനുഷ്യൻ മോണോഗാമസ് ആണ് എന്ന് പറയുന്നവരും ഉണ്ട്, എന്നാൽ പോളിഗാമസ് ആണെന്ന് പറയുന്നവരും ഉണ്ട്. നമുക്ക് ആകെ പറയാൻ കഴിയുന്നത് ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി. ഇത് ഈ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന വ്യത്യസ്തത നിൽക്കുന്നത് തന്നെ ഞാൻ പറയുന്നത് ബയോളജിക്കൽ മെയിൽ ഫീമെയിൽ സെക്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ജെൻഡർ അല്ല. ജെൻഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ചെയ്തിട്ടുള്ള അതായത് ലൈംഗിക പ്രത്യുൽപാദനം ചെയ്യുന്ന ഏതൊരു ജീവിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വ്യത്യസ്ത അംഗങ്ങൾ, അതേ സ്പീഷീസിലെ രണ്ട് വ്യത്യസ്ത അംഗങ്ങൾക്ക് സഹകരിച്ചാൽ മാത്രമേ അടുത്ത തലമുറ ഉണ്ടാവൂ. അതാണ് എൻ്റെ പ്രത്യേകത. അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങളൊരു ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റിക്ക് കാരണമാകും. മിക്സാണ് പുതിയ തലമുറ. അപ്പോൾ മറ്റേ തലമുറയുടെ അല്ലെങ്കിൽ അതിൻ്റെ ജനിതകമായിട്ടുള്ള വീക്ക്നെസ്സുകളെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു പാരസൈറ്റ് ഉണ്ടെന്ന് വെച്ചു, ആ പാരസൈറ്റിന് അടുത്ത തലമുറയെ ബാധിക്കാൻ പറ്റില്ല, കാരണം അത് മിക്സ് ആയിപ്പോയി. അതുപോലെ ആ സീക്രട്ട് ഒന്നും ഇനി വർക്ക് ചെയ്യത്തില്ല. താക്കോൽ അതായത് നമ്പർ മാറി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സ് ആയിട്ട് പോലും സെക്ഷൽ റീപ്രൊഡക്ഷൻ നിങ്ങൾ ആലോചിച്ചു. ഒരു അമ്മയും വയ്ക്കാൻ അടുത്ത തലമുറ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. സ്വന്തം മൂഡ് മാത്രം നോക്കിയാൽ ഓക്കെ, എന്നാൽ പിന്നെ അടുത്ത വിഭജിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് മനുഷ്യനെ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റുമോ? ഒരു പങ്കാളി വേണം. നിങ്ങൾ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ജീവികൾക്ക് ഒരു പങ്കാളി വേണം. അപ്പോൾ ഈ പങ്കാളി എന്ന് പറയുമ്പോൾ പ്രശ്നം ഒരു കോശത്തിൽ നിന്നാണ് അടുത്ത തലമുറ ഉണ്ടാകുന്നത്. അത് രണ്ട് കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന കോശമാണ്. ഈ രണ്ട് കോശങ്ങൾ ചേരണമെങ്കിൽ രണ്ടും രണ്ട് ശരീരത്തിലായിരിക്കുന്നു. ഇതൊരു കോമൺ സ്ഥലത്തേക്ക് വരണം, അല്ലെങ്കിൽ ഇത് ഒരെണ്ണം മറ്റേ കോശത്തിനടുത്തേക്ക് പോകണം. ഇത് പലതും ചെയ്യുന്ന ജീവികൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. മനുഷ്യനിൽ എന്താ ചെയ്യുന്നത്? സ്ത്രീയുടെ ശരീരത്തിലേക്ക് പുരുഷൻ്റെ സെല്ല് ചെല്ലണം. അപ്പം അത് സെക്സ് പാർട്ടാണ്. ജെൻഡർ പാർട്ട് എന്ന് പറയുന്നത് ഇത് എത്തണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഇവരെ അടുപ്പിക്കുന്ന ചില ഫാക്ടേഴ്സ് വേണമല്ലോ. അതാണ് ഐഡന്റിറ്റിയൊക്കെ തീരുമാനിക്കുന്നത്. ഓപ്പോസിറ്റ് ജെൻഡറുള്ള ആളിനോടുള്ള അട്രാക്ഷൻ, അതൊക്കെയാണ് ഈ പതിയെ ഡെവലപ്പ് ചെയ്തത്. മനുഷ്യൻ്റെ സോഷ്യൽ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അത്രയും കോംപ്ലക്സിറ്റിയോട് കൂടിയായിരിക്കും ഈ പ്രോസസ്സൊക്കെ വർക്ക് ചെയ്യുന്നത്. പ്രേമവും യുദ്ധവും കലഹവും ഇതൊക്കെ നടക്കുന്നതിൻ്റെ കൂടെ ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് അതെല്ലാം മാറ്റി നിർത്തിയിട്ടുള്ള സെക്സ് എന്ന് പറയുന്ന പാർട്ടാണ്. ഈ രണ്ട് കോശങ്ങളും ഒരു സ്ഥലത്ത് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടും ഒരേ സൈസാണെങ്കിൽ ഇല്ലാത്ത അഡ്വാൻറ്റേജ് രണ്ടും ഡിഫറൻറ്റ് സൈസ് ആണെങ്കിൽ ഉണ്ട്. ഒന്ന് സഞ്ചരിച്ച് മറ്റേ അടുത്തെത്തുന്നുണ്ടെങ്കിൽ സഞ്ചരിക്കുന്നതിന് വലിപ്പം കുറവാണ് നല്ലത്, ചെറിയ വലിപ്പം ഉള്ളതാണ് നല്ലത്. ചെറിയ വലിപ്പമാണെങ്കിൽ അതിന് ക്യാരി ചെയ്യാവുന്ന റിസോഴ്സസ് കുറവാണ്. പക്ഷേ സഞ്ചരിക്കേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റിസോഴ്സസ് ഒക്കെ ക്യാരി ചെയ്തിരിക്കാം. ഇപ്പോൾ ഫീമെയിൽ സെല്ല്, സ്ത്രീയുടെ പ്രത്യുൽപാദന കോശം, എഗ്ഗ്, അണ്ടം എന്ന് വിളിക്കുന്നത് വലിയ കോശമാണ്. മനുഷ്യൻ്റെ കാര്യം പറഞ്ഞാൽ പുരുഷനെ ഉത്പാദിപ്പിക്കുന്ന ബീജത്തെ അപേക്ഷിച്ച് 1000 മടങ്ങ് വലിപ്പമുണ്ട് സ്ത്രീ പ്രൊഡ്യൂസ് ചെയ്യുന്ന അണ്ടകോശത്തിന്. ഈ അണ്ടകോശത്തിന് വലിപ്പമാവാം, കാരണം അത് ചലിക്കണ്ട. പക്ഷേ ബയോളജിക്കലി സ്പീക്കിംഗ് വലിപ്പമുള്ളൊരു സംഗതിക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ സ്ത്രീയുടെ അണ്ടത്തിൻ്റെ ഉൽപ്പാദനം നോക്കും, മാസത്തിലൊന്നേ ഉള്ളൂ, ഒരൊറ്റ എഗ്. അതും പ്യൂബർട്ടി ടു മെനോപോസ്, ഒരു ചെറിയ. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 കൊല്ലം റീപ്രൊഡക്റ്റീവ് ലൈഫുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 30 × 12 ഇത്രയും കോശങ്ങളെ അയാളുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കും. പുരുഷനും എന്താണെന്നല്ലേ, ഇത് ചീപ്പ് ഐറ്റമാണ്. ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ്, മാസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഈ ഒരു വ്യത്യാസമാണ് ബേസിക്കലി സെക്സ് ഡിഫറൻസ്. ഇപ്പം നമ്മൾ ആൺ പുലിയും പെൺപുലിയും, ആൺ കാക്കയും പെൺ കാക്കയും, പുരുഷൻ സ്ത്രീ, മനുഷ്യരിലെ ഇതിൽ മനുഷ്യനിലെ പുരുഷനും ആൺ പുലിയും ആൺ കാക്കയും തമ്മിലുള്ള സാമ്യം എന്താണ്? പ്രത്യക്ഷത്തിലൊരു സാമ്യമില്ലല്ലോ. ഇത് രണ്ടും അവയവങ്ങളിൽ സാമ്യമില്ല, ശരീരഘടനയിൽ സാമ്യമില്ല. സാമ്യമുണ്ട്. സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുണ്ടാക്കുന്ന കോശം ചെറുതാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ചെറിയ സെല്ലുണ്ടാക്കുന്ന റീപ്രൊഡക്റ്റീവ് സെല്ലുണ്ടാക്കുന്ന ആളാണ് കൂട്ടത്തിലെ മെയിൽ. ഓക്കെ, അപ്പം പ്രസവിക്കുന്നതല്ല. കാരണം നമ്മൾ കടൽ കുതിരയെ പോലുള്ള ജീവികൾക്ക് കഴിഞ്ഞാൽ ആണാ പ്രസവിക്കുന്നത്, പക്ഷെ സെല്ല് എപ്പോഴും ആണിൻ്റെ ചെറുതാണ്. അതാണ് വ്യത്യാസം. ഇത് ഈ റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജിയിൽ വരുന്ന വ്യത്യാസം ഞാൻ പറയാൻ കാരണം, ഒരുപാട് ഉണ്ടാക്കാൻ കഴിയുന്ന ചീപ്പായിട്ടുള്ള കോശങ്ങളും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വലിയ കോശങ്ങളുള്ളപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ സ്ട്രാറ്റജി ഡിഫറൻ്റ് ആയേ പറ്റും. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഷ്യസ് ആയിട്ടൊരു സെല്ലുണ്ട്. അപ്പോൾ അതുമായിട്ട് വേറൊരു സെല്ല് ഫ്യൂസ് ചെയ്യണം. ഇത് ഫ്യൂസ് ചെയ്താൽ ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ ഈ അടുത്ത ഓഫ് സ്പ്രിങ്ങിനെ
സ്വന്തം ശരീരത്തിൽ വഹിക്കണം, കുറേ സമയം ലോക്കാണ്. ഓക്കെ, അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബയോളജിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സ്വന്തം ജനിതകം മുമ്പോട്ട് പോകുന്നു, ഇല്ലെങ്കിൽ ജീവിയില്ല. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അടുത്ത ഓഫ് സ്പ്രിങ്ങിൻ്റെ പ്രൊഡക്ഷന് കുറേ നേരത്തേക്ക് ഇതൊരു തടസ്സമാണ്, അത് ലോക്കാവുകയാണ്. അപ്പോൾ ഈ വഴിയെ പോകുന്ന ഏത് സെല്ലും കയറി കമ്പൈൻ ചെയ്താൽ ശരിയാകത്തില്ല. അതിനകത്തൊരു സെലക്ഷൻ ഉണ്ട്. പുരുഷന് അങ്ങനെ ഒരു ബേജാറിൻ്റെ ആവശ്യമില്ല. ഇത് പരമാവധി സ്ഥലങ്ങളിൽ എത്തിച്ചാൽ ഏതെങ്കിലുമൊക്കെ നല്ല എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു ഇതാണ് ബേസിക് ആൺ പെൺ സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞൊരു സോഷ്യൽ സ്ട്രാറ്റജിയെ കുറിച്ചല്ല പറയുന്നത്, ബയോളജിക്കൽ സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി കൊണ്ട് ഞാൻ എൻ്റെ എഗ്ഗ് പല സ്ഥലത്തോട്ട് എത്തിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ദുരന്തങ്ങൾക്ക് കമ്പനി ഉത്തരവാദിയല്ല. ബയോളജിക്കലി ഈ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ജീവിതത്തിൽ കലഹം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭമാകുന്നത്. അങ്ങനെയാണ്. കാമിനിയാണ് ചൂസ് ചെയ്യുന്നത് ആരാണ് എന്നോടൊപ്പം ഒരു അടുത്ത കുഞ്ഞിനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവർ ചൂസ് ചെയ്യും. നിങ്ങൾ ഏത് ജീവിയിൽ എടുത്ത് നോക്കിക്കോളൂ, ഭൂരിഭാഗം ജീവികൾ നമ്മൾ നോക്കിക്കാണാൻ പറ്റും. അങ്ങനെ അല്ലാത്ത ജീവികളുണ്ട്, പക്ഷെ അതിൻ്റെ സാഹചര്യങ്ങൾ വ്യത്യസ്തമുണ്ട്. ഈ സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർ അടി കൊടുക്കും, മനുഷ്യരിൽ മാത്രമല്ല. ഈ സെക്ഷൽ റിപ്രഡ്യൂസ് ആയിട്ടുള്ള ആനിമൽസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പുരുഷന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് മൃഗീയമായിട്ട് കൊല്ലുന്നത്, മൃഗീയം എന്നുള്ള വാക്കിന് അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ മൃഗങ്ങൾക്കിടയിൽ, വളരെ അഗ്രസീവായിട്ട് ക്രൂരമായിട്ടുള്ള കൊലപാതകം നടക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ. ഇപ്പോൾ ഒരു 100 കണക്കിന് പെൺ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കൂടെ ഒറ്റ ആൺ ഹിപ്പോപ്പൊട്ടാമസ് ഒരു കൂട്ടത്തിൽ കാണും, ഹാരംസ് എന്ന് പറയുന്നത്. അതിനകത്ത് വേറൊരു ആൺ ഹിപ്പോപ്പൊട്ടാമസ് വരണമെങ്കിൽ ഒന്നുകിൽ ഇവനെ ഓടിക്കണം, അല്ലെങ്കിൽ ഇവനെ കൊല്ലണം, അല്ലാതെ വേറെ അവരെ അടുപ്പിക്കത്തില്ല. ഇപ്പോൾ ഈ എലിഫന്റ് സീലുകളുണ്ടല്ലോ, അവരിൽ ജനറ്റിക് സ്റ്റഡി നടത്തുമ്പോഴത്തേക്കും അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്, ആൺ സീലുകളും പെൺ സീലുകളും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവിടുത്തെ ഓഫ്സ്പ്രിങ്ങിൻ്റെ ജനറ്റിക്സ് നോക്കുമ്പോൾ അവിടെയുള്ള ആണുങ്ങളിൽ 4% പേർക്ക് കുട്ടികളുള്ളൂ, ബാക്കി 96 പേരും പച്ച തൊടാൻ പറ്റാത്ത അവിടെ സ്ത്രീകൾ അടുപ്പിക്കത്തില്ല. കാരണം അവര് ഈ ഒരു ക്വാളിറ്റി ചെക്കിങ് അവർ ബോധപൂർവം ചെയ്യുന്നതല്ല, അതിന് ബയോളജിക്കലി നമ്മൾ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് എന്നൊക്കെ പറയുന്ന സെക്ഷൽ സെലക്ഷൻ എന്നൊക്കെ പറയുന്ന ഡാർവിൻ്റെ തിയറി ഉണ്ട്. എന്താണ് ഒരു സെക്ഷൽ ഫിറ്റ്നസിൻ്റെ അല്ലെങ്കിൽ ഒരു ജനറ്റിക് ഫിറ്റ്നസിൻ്റെ ലക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ സെലക്ഷനൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ വ്യത്യാസം ആണിനും പെണ്ണിനും ഇടയിലുണ്ട്. അപ്പോൾ പെണ്ണ് കെയർഫുള്ളാണ്, ആണ് കുറച്ചുകൂടെ റെക്ലെസ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് ഒരു ബയോളജിക്കൽ ഡിഫറൻസ് ആണ്. ഇതുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ജന്മന നമ്മൾ കാണാൻ മോണോഗാമിക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. മോണോഗാമിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ അടുത്ത എൻ്റെ പാർട്ട്ണറായിരിക്കുന്ന ഫീമെയിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ അത് എൻ്റെ തന്നെയാണ്. ഓക്കെ, അപ്പം ഞാൻ അതിൽ കൈമയും മറന്ന് അടുത്ത കുഞ്ഞിന് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എൻ്റെ എഫർട്ട്, കാരണം എൻ്റെ തന്നെയാണെന്ന് ഉറപ്പാണ്, എൻ്റെ ജനിതകം തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്, അത് ഗുണമാണ്. പോളിഗാമസ് ആണെങ്കിൽ അങ്ങനെയല്ല, അവൾ വേറെ ആളോടൊപ്പം ഇന്റർകോഴ്സ് ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും കുഞ്ഞാണെങ്കിൽ എനിക്ക് നഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഐഡിയ വരുമ്പോൾ, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഒരു വിശ്വാസം വേണം. സ്ത്രീക്ക് ഒരു സംശയവും ഇല്ല, അയാൾ പ്രസവിക്കുന്നത് അയാളുടെ തന്നെ, മാതൃത്വത്തിൽ ഒരു തർക്കമില്ല, ശ്രദ്ധിച്ചിട്ടില്ലേ? പിതൃത്വ തർക്കമേ ഉള്ളൂ. അതിന്റെ കാരണം ഇതാണ്, ഇത് ക്ലിയർ അല്ല, നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ അതുകൊണ്ട് തന്നെയാണ് പുരുഷൻ പലപ്പോഴും സ്ത്രീയുടെ സെക്ഷുവാലിറ്റിയെ ഈ ചങ്ങലക്കിടാൻ ശ്രമിക്കുന്നതാണ്. ഈ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളിൽ കിടക്കുന്നുണ്ടാണ്, എൻ്റെ ആണോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ജന്മന പോളിഗാമസ് ആണോ മോണോഗാമസ് ആണോ, ഇത് 2 വാദങ്ങളും ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതിന് തീർപ്പ് കൽപ്പിച്ചിട്ട് ഞാൻ അറിയാത്തതാണോ എന്ന് അറിഞ്ഞൂടാ, എൻ്റെ അറിവില്ലായ്മ ഞാൻ അവിടെ സമ്മതിക്കുന്നു.